കിടിലം സാധനം കേട്ടോ. 2 ആടാണ്. നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത അടിപൊളിയാണ് കേട്ടോ. നമ്മളെന്തേ നല്ല മട്ടൻ ബിരിയാണി ഉണ്ടാക്കാൻ പോട്ടോ. നന്നായിട്ട് കഴിക്കില്ലേ. അപ്പേ നമ്മളുള്ളത് ഷാർജയില്. ഇത് നമ്മളെ ഷാനവാസ്കയാണ്, പരപ്പനങ്ങാടിക്കാരനാണ്. മൂപ്പര ഒരു ഫാമാണിത്. ഇവിടെ കുതിരയുണ്ട്, മാനുണ്ട്, അതേപോലെ തന്നെ ആടുണ്ട്. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അതിൽ പെട്ട 2 ആടിനെ അറുത്തിട്ട് ഇന്ന് ഇവിടെ നമ്മൾ നോമ്പ് തുറാണ് അല്ലേ. ഷാനവാസ്ക്ക് ഇവിടെ കരിന്റെ പരിപാടി. കരി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാർക്കോളില്ലേ, 9 ബോൾസ് അല്ലേ. എത്ര കൊല്ലം ഇവിടെ? 18 വർഷമായിട്ട് ഇവിടെ ബിസിനസ് ആയിട്ട് നടത്തുന്ന ആളാണ്. കുറേ പണിക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ വിളിച്ചിട്ട്, ജോലിക്കാരൊക്കെ വിളിച്ചിട്ടുള്ളൊരു കുറച്ച് സുഹൃത്തുക്കളും ഫാമിലിയൊക്കെ ഉണ്ട്. അവരൊക്കെ വിളിച്ചിട്ടുള്ള ഫാമിൽ വെച്ചിട്ടുള്ള അടിപൊളി ഒരു നോമ്പുതറാണ്. അതും മട്ടൻ ബിരിയാണി ഉണ്ടാക്കുന്നത് നാസറാക്ക, നമ്മുടെ വേങ്ങര. അപ്പൊ ഇനി ബിരിയാണിയിലേക്ക് കിടക്കല്ലേ. സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കുറച്ച് ഡാൽഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊളിച്ചു. അപ്പൊ ഞാൻ ഉള്ളി ഇട്ട് കൊടുക്കാം. അപ്പൊ ഉള്ളി വാടി വരുന്നുണ്ട്. അപ്പൊ ഇനി അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അണ്ടിട്ടല്ലേ അത്രക്ക. മുന്തിരിട്ട് കൊടുത്തിട്ടുണ്ട്. കരിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇത് ഈ റെഡ് ഷർട്ടില്ലേ നമ്മളെ നാസറാക്ക, ഭയങ്കര നാസറാക്കളെ വീട് ഭയങ്കര കേട്ടോ. അപ്പൊ അതിലേക്ക് ആ നേരത്തെ ഓയിലിലേക്ക് ബാക്കിയിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. വലിയ ജീരകം കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നാസറാക്കയുടെ സ്പെഷ്യലാ തോന്നുന്നുണ്ട് കേട്ടോ, വലിയ ജീരകം. അവിടെ ഒന്നുകൂടി ഒന്ന് നമുക്ക് ഒരു ഗോൾഡ് കളർ ആട്ടെ. എന്നതിന് ശേഷം പച്ചമുളകും ഇഞ്ചി ഇടും കേട്ടോ. ഇഞ്ചി, വെളുത്തുള്ളി കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം അല്ലേ. അരച്ചത് മതി, ബാക്കി വേറെ ആവശ്യമുണ്ട്. നമ്മൾ ചെമ്പിലായിരിക്കുകയാണ്. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പൊടിച്ചുണ്ടാക്കിയ ഗരം മസാല കേട്ടോ. ബ്ലാക്ക് പെപ്പർ, കുരുമുളക്, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി,
നല്ല തൈര്, ചെറുനാരങ്ങ നീര്, പുതിന നമ്മൾ ഇവിടുന്ന് തന്നെ എടുത്തിട്ട് കട്ട് ചെയ്ത കേട്ടോ. അടിപൊളി ഫ്രഷ് സാധനം. മല്ലിച്ചപ്പ് നമ്മൾ തൊടുവിലുണ്ട് അല്ലേ? മല്ലിച്ചപ്പുണ്ട്, പുതിനുണ്ട്, ജീരകമുണ്ട്, കറിവേപ്പിലുണ്ട്. കുറച്ച് ചപ്പ് ഇട്ട് കൊടുത്തു. കരിവേപ്പിൻ്റെ ഇലയൊക്കെ ഷാനവാസ്കൻ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല ഫ്രഷ് സാധനം കേട്ടോ ഇവിടെ. ഓ സൂപ്പർ, നല്ല ഫ്രഷ് സാധനം കേട്ടോ, അടിപൊളി. നമുക്ക് ഈ ചെമ്പ് മാറ്റി വെക്കാം. അതിന് ശേഷം അരി കഴുകിയിട്ട് അരി വേവിക്കണം കേട്ടോ. അരി കഴുകാനായിട്ട് ഇതാ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 20 കിലോ അരി ഉണ്ട് കേട്ടോ. ബിരിയാണിക്കുള്ള ചെമ്പ് വെച്ചുകൊണ്ടിരിക്കുന്നു. ഒക്കെ ബിരിയാണിക്കുള്ള ചെമ്പ് വെച്ചു. വീണ്ടും എണ്ണ ഒഴിക്കുന്നു. ഡാൽഡ, പട്ട, പൂവ്, ഏലക്കായ് ഒക്കെ ദാ ഇട്ട് കൊടുക്കാൻ പോവാണ്. വെള്ളം ഒഴിച്ചു കൊടുക്കാം. ക്യാരറ്റ്, ഉപ്പ്, മൂടി വെക്കാം. അരി ഇതാ കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, വാവ്. ഇങ്ങനെ നമ്മളെ ചെമ്പൊക്കെ പൊട്ടിച്ചതാ സംഭവം ഉഷാറാക്കിയിട്ട് ഇങ്ങനെ ഇട്ടോണ്ടിരിക്കാണ്. ചോറ് റെഡിയായി. അടിപൊളി അല്ലേ? നമ്മളെ ഷായിക്ക വന്നിട്ടുണ്ട് കേട്ടോ. എവിടെ ഒന്നും പറയണ്ട, കുറച്ച് പണിയുണ്ടായിരുന്നു. ഫാമിലി ഇങ്ങനെ ഒരു പരിപാടി നടക്കുമ്പോ ഈ എന്ത് മണം നോക്ക്. കല്യാണം വീട്ടിൽ പോയ അതേ സീൻ. മാഷാ അല്ലാ. പൈനാപ്പിള് കട്ട് ചെയ്ത് ഇട്ടുകൊണ്ടിരിക്കട്ടോ. പോയി കാണണേ. അണ്ടിപ്പരിപ്പ്, മുന്തിരി ഒക്കെ വറുത്ത് വെച്ചത് അതിലേക്ക് ഇട്ട് കൊടുത്തോണ്ടിരിക്കുകയാണ്. ഫിനിഷിംഗ് ആണ്. ഫിനിഷ് വർക്കാണ്. മട്ടൻ ബിരിയാണി അടിപൊളിയായിരിക്കാണ്. ഭയങ്കര മിസ്സാണ്. രണ്ട് മട്ടനെ പിടിച്ചിങ്ങനെ കട്ട് ചെയ്യുന്ന സീനൊക്കെ ഞാൻ വരണം ആഗ്രഹം ഉണ്ടായിരുന്നു. അതില്ലാതായി പോയില്ലേ? എന്തായാലും സാറില്ല, ഇത് കഴിക്കുമ്പോ നമ്മൾ ഉണ്ടാവുമല്ലോ. അത് മതി. സമയം 5:30 മണിയായിട്ടേ ഉള്ളൂ. ഇനി അരമണിക്കൂറേ ഉള്ളൂ. നമ്മളെ ഷാനുണ്ട്. എവിടെ ഷാനി? ആൾക്കാർ ഇങ്ങനെ വന്നു. അപ്പൊ നേരെ ചോറും അതുപോലെ തന്നെ അതിന്റെ മുകളിൽ ചോറ് ഇട്ട് കൊടുത്ത് അടിയിൽ മട്ടൻ ഇട്ടോ. മട്ടനും ചോറൊക്കെ വെച്ചതിന് ശേഷം ദമ്മിട്ടിട്ട് ഇതേപോലെ അതിന്റെ മുകളിൽ കണലിട്ട് വെച്ചിരിക്കാണ്. അപ്പൊ ആസർക്ക ഇനിയിപ്പോ എത്ര നേരം ഉണ്ട്? ദമ്മ് പൊട്ടിച്ചു കഴിഞ്ഞാൽ അടിപൊളി മട്ടൻ ബിരിയാണി റെഡി അല്ലേ? ഈ ലൊക്കേഷനിൽ വേറെ ലെവൽ ലൊക്കേഷൻ ആട്ടോ. മരുഭൂമി എന്ന് പറയാം. ഒരു സൈഡൊക്കെ പച്ചപ്പൊക്കെ കാണുന്നുണ്ട്. കുറേ ഈത്തപ്പന ഇങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട്. ഇതേപോലെ അതിൻ്റെ ഇടയിലുള്ള ഒരു ഫാമാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കാണാം. ഇതുണ്ടോ, ഇതൊക്കെ ഈത്തപ്പനകളാണ് ഈ കാണുന്നതൊക്കെ കേട്ടോ. വലിയ മരമല്ല, ചെറുതാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ആണോ ഇത്ര വിശാലമായിട്ടുള്ള സംഭവങ്ങളാണ്. അവിടെ കുറേ മൃഗങ്ങളൊക്കെ ഉണ്ട്. ഷാരൂഖാന്റെ ഇതിന്റെ പ്രത്യേകത ഇവിടെ വന്ന അന്ന് മുതലുള്ള ഇന്ന് വരെയുള്ള ആൾക്കാരുണ്ടെന്നാ പറയുന്നത്. മെയിനായിട്ട് നമ്മളെ പണിക്ക് നമ്മളെ ഇവിടം വരെ എത്തിച്ചു തന്ന പണിക്കാരെയാണ് മെയിനായിട്ട് ഹൈലൈറ്റ്. സൽക്കാരം നമ്മൾക്ക് രണ്ടാം സ്ഥാനമാണ്. നമുക്ക് രണ്ടാം സ്ഥാനം അത് നമ്മൾ അങ്ങനെ അംഗീകരിക്കുള്ളൂ. പണിക്കാര്, പിന്നെ കൂട്ടുകാര്, പിന്നെ കുടുംബക്കാര്, ഫാമിലി, ഓൾ ഓവർ എല്ലാരും കൂട്ടിക്കൊണ്ട് നോമ്പ് പറയാം. മാഷാ അല്ലാഹ്, പടച്ചോൻ തന്ന അനുഗ്രഹം ഇന്നിവിടെ. അത് മാത്രല്ല, നമ്മളെ 2020 ഇവിടെ വന്നിട്ട് ഓസ്ട്രിച്ചിന്റെ മുട്ട വീങ്ങിട്ട് ഇതേ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അത് മാത്രല്ല, അതുകൊണ്ട് ഫിറോസ് ചുറ്റിപ്പാറ വന്നിട്ട് ഒട്ടകത്തിനെ കുഴി വെച്ചിട്ട് ഇറക്കിയതും ഇവിടെ. അതൊക്കെ ഈ ലൊക്കേഷനിലാണ്. ഇവിടെ കുറെ കാര്യങ്ങൾ ഡൗട്ട് കാണിച്ചാൽ നോമ്പ് ഇറക്കുന്നതിന് മുമ്പ് കിട്ടും. അപ്പൊ ഇതൊരു ഫാമാണ്. ഈ ഫാമിലി എന്ന് പറഞ്ഞാൽ മൂപ്പരുടെ ഇഷ്ടത്തിന് വേണ്ടി ഉണ്ടാക്കുന്ന കുറെ സംഭവങ്ങൾ കിട്ടും വളർത്തുന്നത്. അപ്പൊ നാടിന്റെ ഒരു ഫീൽ കിട്ടാൻ വേണ്ടി, പ്രവാസിയായി നിൽക്കുന്നതിന് അപ്പുറം എന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരു ഫീൽ കിട്ടാൻ വേണ്ടി ഇവിടെ കുറെ ചെടികളും കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു
കുതിര. കുതിര ഇതൊക്കെ കുറെ കാലങ്ങളായിട്ട് ഇവിടെ ഉള്ളതാണ്. ഒക്കെ മൂപ്പര് ഇവിടെ തീറ്റി പോറ്റി വളർത്തിയെടുക്കാണ്. പിന്നെ അതേപോലെ തന്നെ കുറച്ച് മാനുകൾ നമുക്ക് ഇവിടെ കാണാം. നോക്കി ഇതിനുള്ളിൽ നോക്കി, ജസ്റ്റ് തോറ്റെടുത്ത് കിടക്കി. എത്ര മാനുണ്ട്? 2, 4, 5, 6 മാനുകള്. ഇതാ ആട് ആണോ, നല്ല അടിപൊളി കുറെ ആടുകള്. അത് പല ഇനം ആടുകളുണ്ട് അവിടെ അപ്പുറത്തുണ്ട്. പിന്നെ ഇപ്പുറത്ത് നോക്കി കോഴിക്കള്, പ്രാക്കള്, ഇതേമാതിരി കുറെ സാധനങ്ങള്. ഇതാ ഇത് ഫുള്ള് പ്രാക്കളാ. ആ 2 കൂട്ടം പ്രാക്കളാണ്. മൃഗപ്രേമി. അതെ, നാടിന്റെ ഒരു ഫീല് കിട്ടാൻ വേണ്ടി മൂപ്പര് ഇവിടെ ഉണ്ടാക്കിയിരിക്കാണ് അല്ലേ. മാത്രല്ല UAE ഒരുവിധ ആൾക്കാരൊക്കെ വന്നാല് ഓൾവേസ് വെൽക്കം. ഷാനവാസ് ഭായി തുറന്ന മനസ്സിലല്ലോ, അടിപൊളി. 4 കൊല്ലം മുതിർന്ന പരിചയപ്പെട്ട് ഇന്നും അതുപോലെ തന്നെ. ഇനി നോമ്പ് തുറയാണ്. ഒരു അരമണിക്കൂറിന്റെ കഴിഞ്ഞാൽ കുറെ ആൾക്കാരെ നമുക്ക് കാണും. ഇത് മാത്രല്ല കേട്ടോ, ഇവിടെ ബ്രെഡ് പൊരിച്ചിട്ടുണ്ട്, അതേപോലെ ഫ്രൂട്ട്സുകളുണ്ട്, എല്ലാ ഐറ്റംസുകളും വലിയ സെറ്റാക്കി കൊണ്ടുവെക്കുന്നുണ്ട്. മുഹബത്ത് കാ സർവത്ത് ഓപ്സ് ഉണ്ട്, ബക്കറ്റ് നിറച്ചും. നമ്മളെ നോമ്പ് തുറക്കില്ല ടൈം ഏകദേശം ആയിട്ടുണ്ട്. അപ്പളേ നോമ്പ് തുറക്കാൻ ഏകദേശം സമയമായിട്ടുണ്ട്. എല്ലാവരും ഇവിടെ ഇരുന്നോണ്ടിരിക്കുകയാണ്. ഇവിടെ കുറെ ആൾക്കാരുണ്ട് കേട്ടോ. ഇവിടെ എന്ന് വെച്ചാല് മൂപ്പര ഫ്രണ്ട്സ് ഉണ്ട്, അതേപോലെ തന്നെ മൂപ്പര ജോലിക്കാരുണ്ട്. നൈൻബോള് കരിക്കമ്പനി എന്ന് പറഞ്ഞാൽ ചാർക്കോളിന്റെ ഒരു കമ്പനിയാണ് നൈൻബോൾസ്. ഇവിടെ UAE-കാർക്ക് പ്രശസ്തമായിട്ടുള്ളൊരു കമ്പനി കൂടിയാണ്. അപ്പോൾ അതിന്റെ പണിക്കാരൊക്കെ ഉണ്ട്. കുറെ പാകിസ്ഥാനികള്, അതേപോലെ ബംഗ്ലാദേശികള്, ഇന്ത്യക്കാർ, അങ്ങനെ പല രാജ്യക്കാരും കൂടിയിട്ടുള്ളൊരു നോമ്പ് തുറയാണ്. അപ്പോൾ ഷാഹിദ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ആബിദ് ഭായ്, സിറാജിക്ക, അങ്ങനെ കുറെ ആൾക്കാർ കേട്ടോ. നേരിട്ട് പറയില്ല, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മളെ ബിരിയാണി പൊട്ടിക്കാം അല്ലേ. ആട് ബിരിയാണി വേറെ ലെവലായിരിക്കും അല്ലേ. സംഭവം വേറെ ലെവലാണ്. എന്തായാലും നോമ്പ് തുറന്നതിന് ശേഷം കാണാം. ഓക്കെ, നേരെ ചെമ്പ് പൊട്ടിക്കാം കേട്ടോ. സൂപ്പർ. അതൊരു നൊസ്റ്റാൾജി അല്ലേ. ഈ മൈദ തിന്നും. നോക്കിയോളി എന്താണ് എൻ്റെ ഒരു മണം. എടുക്കണ സാധനം വന്നു. ആട് ബിരിയാണി റെഡി ആയിരിക്കട്ടെ. മണം കൊണ്ട് അടിക്കുമ്പോൾ തന്നെ മണം പറ്റേ സൂപ്പർ ചോറ് കേട്ടോ. എന്താ കിടിലം പീസ് അല്ലേ. മട്ടറൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അച്ഛാ അച്ഛാ ഓലൊക്കെ ബിരിയാണി കഴിച്ചോണ്ടിരിക്കുകയാണ്. ചോദിച്ചോക്കാം. നമ്മളെ അടിപൊളി കിടില മട്ടൻ നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളെ മട്ടൻ നോക്കി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. സൂപ്പർ. ഏതല്ലേ വെറൈറ്റി സാധനം. അപ്പളേ അടിപൊളി മട്ടൻ ബിരിയാണിയാണ്. സംഭവം വേറെ ലെവല്. സായിക്ക് അങ്ങനെ ഉണ്ട്, ഒന്നും പറയാല്ലോ ഭായി. ലെവല് യൂനിസ് ഭായ് ഉണ്ട്, നമ്മളെ ആബിദ് ഭായ് ഉണ്ട്, പിന്നെ നമ്മളെ ഫവാസ് ബ്രോ ഉണ്ട്, പിന്നെ സിറാജിക്ക് ഉണ്ട്, ഷനവാസ്കഥ. നമ്മളെ ഇതെല്ലാം സെറ്റപ്പ് ആക്കി മൂപ്പരാട്ടോ ഷാനുഭായ്. അപ്പൊ എന്തായാലും ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ആണ്. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നല്ലൊരു കിടിലം ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് UAE-ൽ നിന്നും വീണ്ടും കാണാം. ബൈ ബൈ. ഷാഹിദ് മാണിക്കോ.